യുദ്ധം കൂടുതൽ ഈ പഴയ തറവാടുകളാണ്. മാനിന്റെ കൊമ്പ്, മാനിന്റെ കൊമ്പ്, കാളയുടെ. അതിന് രണ്ട് സംഭവമുണ്ട്. തോക്ക് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഭയത്തോടെ ആ വീട്ടിൽ ആൾക്കാരുടെ എപ്പോഴും അവിടെ ചണ്ടയായിരിക്കും. മോക്ഷം കിട്ടാതെ, ആഗ്രഹ പൂർത്തീകരണം ഇല്ലാതെ, അല്ലെങ്കിൽ നിരാശയാലാണ് ഇവിടുന്ന്, അല്ലെങ്കിൽ ആത്മഹത്യ പോലുള്ളത്, അവർ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ആ എനർജി ഇങ്ങനെ കിടന്ന് ഉറഞ്ഞു തുള്ളും. ഇന്നുവരെ അയാൾ പറഞ്ഞില്ലാത്ത ഭാഷ ഇവർ പറയും. മറ്റുള്ളവർ പേടിച്ചു പോകും. നമ്മുടെ നേരെ തന്നെ നിൽക്കുകയാണ്. അവിടെ ഞാൻ ഹിപ്നോസിസും കാര്യങ്ങളും ചെയ്യുമെങ്കിലും ചില സമയങ്ങളിൽ ഈ ബാധയുള്ള കേസ് വന്നു കഴിഞ്ഞാൽ അവൻ നടക്കില്ല. ഇവിടെയാണ് പല അജ്ഞതകളും. ചില ഈ ഇത് മാത്രം അറിയുന്നവർ എല്ലാത്തിനും കയറി ബാധ ഒഴിപ്പിക്കൽ നിൽക്കും. എല്ലാത്തിനും നിധി കിട്ടാനും അതൊക്കെയാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. സാർ നമസ്കാരം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ എനർജിയെക്കുറിച്ചും വിശ്വാസത്തിനെക്കുറിച്ചും ഒപ്പം ഗുരുവായൂരപ്പൻ്റെ അനുഭവം ചോദിച്ചപ്പോൾ അങ്ങ് അത് വളരെ എന്തു പറയാൻ, വളരെ ഭംഗിയായി അതങ്ങ് പറഞ്ഞു. ഇതാണ് ശരിക്കും ഗുരുവായൂരപ്പൻ, ഇതാണ് ആൾക്കാർ കാണേണ്ട ഗുരുവായൂരപ്പൻ്റെ രീതി, ഇങ്ങനെയാണ്. അതേ അങ്ങ് തന്നെയാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ എനിക്കത് ക്യൂരിയോസിറ്റി ആയിട്ട് തോന്നിയതാണ്. നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് വേറൊരു തലത്തിൽ നിൽക്കുന്നതാണ്, പെട്ടെന്ന് നെഗറ്റീവ് എനർജി. അപ്പം നമ്മൾ പെട്ടെന്ന് പോകുന്നത് പ്രേതങ്ങളോ ഭൂതങ്ങളോ മറ്റ് അങ്ങനെയുള്ള ഏതെങ്കിലും ആളുകളായിരിക്കും എന്ന് വിചാരിച്ചു. എന്താണ് സാർ അങ്ങനെ ഒരു പെട്ടെന്ന് സാറ് ഹീലിംഗിൽ നിന്ന് ഇങ്ങനൊരു ഡൈവേർഷൻ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയതാണ്? അല്ല, നമ്മളെപ്പോഴും വ്യക്തികളുടെ ചിന്തകളിലും അവരുടെ ശരീരത്തിലും ചുറ്റുപാടുമുള്ള നെഗറ്റീവ് എനർജിയെ ഉച്ചാടനം ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഇടം എന്ന് പറഞ്ഞാൽ ആരൂഢമാണ്. ആരൂഢ ഇളകിയാലെല്ലാം ഇളവും. ആരൂഢ വെച്ചാൽ അടിത്തറയാണ്. അടിത്തറ സ്ട്രോങ് ആണെങ്കിൽ എത്ര ബഹുനില കെട്ടിടം കെട്ടിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഈ ആരൂഢത്തിലേക്ക് നെഗറ്റീവ് എനർജി വരുന്നത് അവിടെ നമ്മൾ പരിപാലനം പോലെയാണ്. ഇപ്പം കാഴ്ചയിലൂടെ അത് കാഴ്ച ഒരു എനർജിയാണ്. അത് കണക്ക് സ്മെല്ല് ഒരു എനർജിയാണ്. മണം, അതേപോലെ സൗണ്ട് എനർജിയാണ്. ഇപ്പം ഇത് കൃത്യമായി അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളാണ് ദേവാലയങ്ങൾ. ഇത് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് തോന്നാൻ കാര്യം എന്താ, അവിടെ നല്ല അലങ്കാരങ്ങൾ, എപ്പോഴും ശുദ്ധവും വൃത്തിയായിട്ട് നീറ്റായിട്ട് വെച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ നല്ല സ്മെല്ല്, സൗണ്ട്. അതിപ്പം വാങ്കുവിളി ആയാലും കൊള്ളാം, അല്ലെങ്കിൽ പ്രയറാണെന്ന് പറഞ്ഞാലും എല്ലാം സൗണ്ട് എനർജിയാണ് അല്ലേ. മണി, ശംഖനാദം. അപ്പോൾ ഇതൊക്കെ കുറയുന്നിടത്ത് ഈ നെഗറ്റീവ് എനർജി കൂടും. ഇപ്പോൾ ഒരു വീടുകളിലൊക്കെ പരിപാലനം പലപ്പോഴും കുറവാണ്. കാരണം അവിടെ പലപ്പോഴും എന്താ പറയുക, നമുക്ക് വിഷൻ എനർജിയെ കട്ട് ചെയ്യുന്ന പല പഴയ സാധനങ്ങൾ, കീറിയ കർട്ടനുകൾ, അല്ലെങ്കിൽ രൗദ്രം ജനിക്കുന്ന പിക്ചറുകളൊക്കെ, വാളും പരിചയം, അല്ലെങ്കിൽ യുദ്ധം, കൂടുതൽ ഈ പഴയ തറവാടുകളാണ്. മാനിന്റെ കൊമ്പ്, കാളയുടെ. അതിന് രണ്ട് സംഭവമുണ്ട്. മാനിന്റെ കൊമ്പ് എന്ന് വെച്ചാൽ അന്ന് ഈ ധീരതയുടെ ആയിരുന്നു. ആനക്കൊമ്പ് വേട്ടയാടാൻ പോകുമ്പോൾ കാളയല്ല പോത്തിന്റെ തല, അതൊക്കെ ഒരു വേട്ടയാടി പിടിച്ചുകൊണ്ട് വരുന്ന ഒരു ആള് നമ്മുടെ പരമ്പരയിൽ ഉണ്ടായിരുന്നു എന്നുള്ള ചിന്ത ജനറേറ്റ് പോസിറ്റീവ് എനർജിയാണ്. പക്ഷെ ഇപ്പൊ ആൾക്കാർ പേടിയോടെ കണ്ടു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടാണ് വരുന്നത്. അത് അങ്ങനെയുള്ള രൂപ പേടിയായിട്ടുണ്ട്. പേടി, തോക്ക് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഭയത്തോടെ ആ വീട്ടിൽ ആൾക്കാരുടെ എപ്പോഴും അവിടെ ചണ്ടയായിരിക്കും. അപ്പം ഇങ്ങനെ പല ഒബ്ജക്റ്റുകളും വീട്ടിലെ നെഗറ്റീവ് എനർജിയെ വിളിച്ചു വരുത്തുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ നിരവധി, പകുതിയൊക്കെ ഉപയോഗിച്ചിട്ട് മാറ്റി വെക്കുക. ഇപ്പോഴും അടുക്കളയിലോട്ടൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ പലപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കില്ല. കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കൂട്ടി ഇടുക. അവിടെ തന്നെ രാവിലെ കയറുമ്പോൾ തന്നെ അവിടെ ഒരു ദുർഗന്ധമായിരിക്കും. അപ്പം രാത്രി തന്നെ ഇതെല്ലാം അടിച്ച് തൊട്ടച്ച് വൃത്തിയാക്കിയിട്ട് അവിടെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ദേവാലയത്തിലോട്ട് വരത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്താണെങ്കിലോ അവിടെ പോസിറ്റീവ് എനർജി ചെയ്യാം. പക്ഷെ നമ്മുടെ ഇപ്പോൾ തിരക്ക് കൊണ്ടുപോകുമ്പോൾ ഭാര്യയും ഭർത്താവ് ജോലിക്ക് പോകുന്നു, അങ്ങനെ പല സിറ്റുവേഷൻ മാറിയപ്പം അതൊന്നും ശ്രദ്ധിക്കാതെ പോകും. അപ്പോൾ നെഗറ്റീവ് എനർജിയുടെ താവളങ്ങളായിട്ട് മാറും. അപ്പോൾ അവിടെ അത് കണക്ക് തന്നെ നമ്മുടെ ബാത്റൂം ആയിക്കോട്ടെ, പുറത്തുനിന്ന് പോയിട്ട് അകത്തോട്ട് വരുന്നു, ബെഡ്റൂമിൽ തന്നെ ഡ്രസ്സൊക്കെ അഴിച്ചിടുക, അത് മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ കൂട്ടിയിടുക, ഇതെല്ലാം പുറത്തുനിന്ന് നെഗറ്റീവ് എനർജി അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. പിന്നെ ജനലുകളും വാതിലുകളൊക്കെ അടച്ചിടുക. അപ്പോൾ ഇങ്ങനെ വരുന്ന അവിടെ ഒരു സൈക്കിക് ഫീൽഡ് എനർജി എന്ന് പറയും. ചുറ്റുപാടുള്ള എനർജി നെഗറ്റീവായി കഴിഞ്ഞാൽ അവിടെ ഡിസ്ട്രാക്ഷൻ സംഭവിക്കുന്ന ചിന്തകൾക്ക്. അവിടെ മനുഷ്യരല്ലേ വസിക്കുന്നത്. മനുഷ്യരുടെ ചിന്തകളിലേക്ക് ഡിസ്ട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് എല്ലാ അഭിവൃദ്ധിയും നശിച്ചു പോകുന്നുള്ളതാണ്. അപ്പോൾ ഈ നെഗറ്റീവ് എനർജിയെ നമ്മൾ അസസ് ചെയ്യണം. അങ്ങനെ ഉണ്ടാകുന്ന സാഹിബ് ശബ്ദം, ആവശ്യമില്ലാതെ കടകട ശബ്ദം ഉണ്ടാകുന്ന ഫാന്,
ഡോറൊക്കെ തുറക്കുന്ന സൗണ്ട്, ഇതെല്ലാം നെഗറ്റീവ് സൗണ്ട് എനർജിയാണ്. അപ്പോൾ എന്തെല്ലാമാണോ നമ്മളൊരു പ്രഥമ ദൃഷ്ടിയാ കാണുന്നത് അതിനെയെല്ലാം അവിടുന്ന് എലിമിനേറ്റ് ചെയ്യുക, മാറ്റി ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് വിശുദ്ധി വരുത്തുക, ശുദ്ധി വരുത്തുക, സ്ഥിതി അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. അവിടെ സാന്നിധ്യവും സമൃദ്ധിയും ഉണ്ടാവും. അപ്പോൾ സാന്നിധ്യവും സമൃദ്ധി ഉണ്ടാകാത്തതിൻ്റെ കേസ് നമ്മൾ അവിടുത്തെ പരിപാലനം നേരെ തിരിച്ചായുണ്ട്. പിന്നെ ആൾക്കാരുകൾ തമ്മിലുള്ള മാനസികമായ രീതിയിലുള്ള ഒരു ചേർച്ചയില്ല, ഒരു ഇപ്പം ബെഡ്റൂമിനകത്ത് ഉദാഹരണം പറഞ്ഞാൽ എപ്പോഴും അവിടെ കയറുമ്പം പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വഴക്കിടുന്ന ഒരു പ്രകൃതം ഉണ്ടെന്ന് ചോദിക്കും സ്ഥിരം. അങ്ങനെ സ്ഥിരമായി കഴിഞ്ഞാൽ ആ സൈക്കിക് ഫീൽഡ് പറഞ്ഞാൽ എപ്പോഴും ഷണ്ടയ്ക്കുള്ളതായിരിക്കും. അതിനകത്ത് കയറാൻ ഒരു ദിവസം പ്രത്യേകിച്ച് കാരണമില്ലെങ്കിലും വഴക്കുണ്ടാക്കും. ഇപ്പം കുട്ടികളൊക്കെ ഇരുന്ന് പഠിക്കുന്ന മുറി, ആ പഠിക്കുന്ന മുറിയിൽ പഠിക്കുന്നതിന് വേണ്ടി മാത്രമാണ് മെജോറിറ്റി ഓഫ് ടൈം ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ പഠിക്കാനുള്ള ഒരു എനർജി സപ്പോർട്ട് കിട്ടും. ഇപ്പം നമ്മൾ പൂജാമുറി പ്രാർത്ഥിക്കുന്ന ഒരു ഇടം എന്നാ പറയുന്നത്, ആ ഇടത്തെ ശുദ്ധിയും വൃത്തിയായിട്ട് വെച്ചുകൊണ്ട് അതിനുവേണ്ടി മാത്രം കുറേ മണിക്കൂറുകളിൽ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സ്പോട്ട് ഉണ്ടെങ്കിൽ, അതിന് മുറി പോലും വേണമെന്നില്ല, പ്രത്യേക കോർണർ ഉണ്ടെങ്കിൽ അവിടെ എന്താ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലയിടത്തും പൂജാമുറികളൊക്കെ സെറ്റ് ചെയ്ത് വെക്കും, പക്ഷേ പരിപാലിക്കുന്നില്ല. എല്ലാം ഡബ് ചെയ്യുന്ന അതിനകത്തോട്ടാണ്. ക്ഷേത്രങ്ങളിൽ നിന്ന് പോയിട്ട് വരുന്ന പ്രസാദം കാര്യം അവിടെ കൊണ്ട് തട്ടുക, എല്ലാം പിന്നെ മാറാലേക്ക് പിടിച്ച് അവിടെ കിടന്നല്ല, അവിടെ നെഗറ്റീവ് ശക്തിയുടെ വിളയാട്ടമാണ്. നമ്മൾ ഇപ്പം അങ്ങ് രുദ്രാക്ഷ വെച്ചിട്ടുണ്ട്. പലരും ഈ മലയ്ക്ക് പോയിട്ടൊക്കെ വന്നിട്ട് ഈ മാല ഊരി ചില ഒരു ഇങ്ങനെ ഊരി അവിടെ ഇടുന്നുണ്ട്. അതൊക്കെ അതൊക്കെ ഒരിക്കലും നിന്നെയാണ് ശരിക്കും പറയുന്നത്. അങ്ങനൊന്നും ഉപേക്ഷിക്കാൻ പാടില്ല. അത് പവിത്രമായ രീതിയിൽ വേണം എവിടെയെങ്കിലും ഒക്കെ. ഇത് വരുമ്പോൾ കറക്കി എവിടെയെങ്കിലും മരത്തിലൊക്കെ ഞാനൊരു മരത്തിൽ നോക്കിയപ്പോൾ മൊത്തം ഈ ശബരിമലയിലെ മാല ഊരി ഇട്ടിട്ട് അങ്ങ് പോകും. അത് കണക്ക് നമ്മുടെ ആൽത്തറകൾ അവിടെ ഇവിടെ വീട്ടിലെ പൊട്ടിയ ഫോട്ടോ എല്ലാം ഒഴുക്കി കളയാൻ പറഞ്ഞു. ഇതൊക്കെ ശരിക്കും അജ്ഞതയിലൂടെ വരുമ്പോൾ ഇതിൻ്റെയൊക്കെ നെഗറ്റീവ് എനർജി ആ വ്യക്തികളോട് സാഹചര്യത്തിൽ കയറി അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ഈ പരിപാലനം കൃത്യമല്ലെങ്കിൽ അവിടെ ചുറ്റുപാടുമുള്ള നെഗറ്റീവ് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എനർജി ബാലൻസിങ് ആയി അവിടെ സാന്നിധ്യവും സമൃദ്ധി ഉണ്ടാവും. ഇപ്പോൾ അങ്ങ് പറഞ്ഞതുണ്ട്, ഇപ്പം അവിടെ ഒരാൾ ദുർമരണപ്പെട്ട ചില വീടുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആൾക്കാർ പോകുമ്പോൾ അവിടെ ഇത് ആദ്യം അറിയില്ല, പിന്നെ അറിയുമ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ ഒരു മരണം നടത്തി അതിങ്ങനെ ചിന്തയിൽ കിടക്കുകയാണ്. ഈ ആത്മാവ് അല്ലെങ്കിൽ ഈ എനർജി നമ്മളിപ്പോഴുള്ള ആ ലൈഫിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. അതിൻ്റെ കാരണം വെച്ചാൽ ഈ ആഗ്രഹം പൂർത്തീകരിക്കാതെ പോകുന്ന എനർജി, അതായത് ആത്മാവിന് ബോധമില്ല എന്ന് വെച്ചാൽ ബുദ്ധിയില്ല, പക്ഷെ ശരീരം വിട്ട് കഴിഞ്ഞാൽ ആ എനർജി ഇവിടെ തന്നെ വിലയം പ്രാപിക്കുകയാണല്ലോ. ഒരു ചന്ദനത്തിരി കത്തിച്ചാൽ അതിൻ്റെ സ്മോക്ക് സ്പ്രെഡായി മോളിക്കൂളിനകത്ത് ആകുന്നത് പോലെ ഇവിടുന്ന് സംസ്കരിച്ച് വെച്ചിരിക്കുന്ന സംസ്കാരമായിട്ട് എനർജി പോകുന്നത്. ഇത് പല മോക്ഷം കിട്ടാതെ ആഗ്രഹ പൂർത്തീകരണമില്ലാതെ അല്ലെങ്കിൽ നിരാശയാലാണ് ഇവിടുന്ന് അല്ലെങ്കിൽ ആത്മഹത്യ പോലുള്ളത് അവർ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ആ എനർജി ഇങ്ങനെ ഈ പറയുന്ന സ്ഥലങ്ങളിൽ അടച്ചുറപ്പില്ലാത്തടത്ത് വിജനമായ സ്ഥലങ്ങളിൽ ഇവിടെയൊക്കെ അതിൻ്റെ ക്ലൗഡ് പോലെ ഉണ്ടാവും. ഇത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ബോധ മനസ്സിലേക്ക് കയറും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബോധ മനസ്സ് ഉറങ്ങുന്ന സമയമുണ്ടല്ലോ. അപ്പോൾ ഈ ലോകത്തിലല്ല നമ്മൾ ബോധ മനസ്സ് ഉണർന്നിരിക്കുമ്പോൾ കയറാൻ പാടാണ്. പക്ഷെ നല്ലോണം ഉറങ്ങുന്ന സമയത്തൊക്കെ ഈ എനർജിയുടെ എഫക്റ്റ് ഈ വ്യക്തിയിൽ കയറിയാൽ അവരുടെ ബ്രെയിനെ ഇത് ഹാക്ക് ചെയ്യും. പിന്നെ ഈ ബാധ, അതിനെ ബാധ എന്ന് പറയുന്നത്, ബാധിക്കുന്നതാണ് ബാധ. ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്യും. അതുകൊണ്ടാണ് പലപ്പോഴും പല ഭാഷകളൊക്കെ പറയുന്നത്. അതെ, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി കിടന്ന് ഉറഞ്ഞു തുള്ളും. ഇന്നുവരെ അയാൾ പറഞ്ഞില്ലാത്ത ഭാഷ ഇവർ പറയും, മറ്റുള്ളവർ പേടിച്ചു പോകും. അല്ല, അങ്ങ് ഇപ്പം ഒരു സൈക്കിക് ഫീൽഡിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ സൈക്കാട്രി ആ സെറ്റപ്പിൽ റിസർച്ചറാണ്. അപ്പം ഇത് നമ്മൾ ഈ മൾട്ടി പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്ന ഡിസോർഡർ ആണോ അതോ ബാധയായിട്ടുണ്ട്. അതായത് 3 രീതിയിലാണ് ഒരു വ്യക്തിയുടെ ബുദ്ധിമുട്ടിക്കുന്നത്. ബുദ്ധിയുടെ ബുദ്ധിമുട്ട്. ഒന്ന് സൈക്കാട്രി പ്രോബ്ലം, അതിന് മരുന്ന് തന്നെ വേണം. ഈ ബാധ കാണിക്കുന്നതൊക്കെ കാണിക്കും, പക്ഷെ സൈക്കാട്രിയാണ് മെഡിസിൻ തന്നെയാണ്, ഡോക്ടറെ അടുത്തോട്ട് നമ്മൾ റെഫർ ചെയ്യും. രണ്ടാമത്തെ ബിഹേവിയർ ഡിസോർഡറാണ്. കുറച്ച് നാളായിട്ടൊരു വ്യക്തി ഒരേ റൂട്ടിലൂടെ ചിന്തിച്ചും പ്രവർത്തിച്ചും സ്വഭാവമായിപ്പോയി, അതിന് ബിഹേവിയർ തെറാപ്പിയിലോ സൈക്കോ തെറാപ്പിയിൽ അവിടെ മരുന്ന് വേണ്ട. മൂന്നാമത്തത് ഈ ബാധയാണ്. ഈ ബാധ വന്നാലും രോഗങ്ങൾ മാറില്ല, എത്ര ശ്രമിച്ചാലും കരകയറില്ല. ഈ വ്യക്തിയെ മിസ്ഡയറക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ മടി കാണിക്കുന്നു, കൊല്ലാൻ കൊണ്ടുപോകുന്നു, ആത്മഹത്യ ചെയ്യണം ചിന്ത വരുന്നു, ഈ പരസ്പര വിരുദ്ധമായിട്ട് ജീവിതം പോകുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിൽ ബാധിച്ചത് കാർമിക് എഫക്റ്റുകളിലൂടെ പിടിക്കുന്നുണ്ടാവും, കർമ്മദോഷം എന്ന് പറയും. പിന്നെ ഈ പറയുന്ന പല എഫക്റ്റുകളും കയറിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ചികിത്സയും പറ്റില്ല, ഉച്ചാടനം ചെയ്തേ പറ്റുള്ളൂ. അതിന് ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഈ പരമ്പരാഗതമായിട്ട് പൂജാവിധികളൊക്കെ പഠിച്ചിട്ടുള്ള ബ്രാഹ്മിൺസൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഇതിനെപ്പറ്റി അറിയാം.
ഞാൻ ഈ പറയുന്ന ഹീലിങ്ങും അല്ലെങ്കിൽ ഉച്ചാടനത്തിൻ്റെ എന്നെ വൺ ഓഫ് ദ ഗുരു എന്ന് പറയുന്ന ഒരു താന്ത്രിക രംഗത്ത് അതീവ പ്രശസ്തനായിട്ടുള്ള ഒരു പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി ഞാനിത് പഠിക്കുന്നത്. കാരണം പല കേസുകളിലും എനിക്കിത് ഉത്തരം കിട്ടാത്തതായിരുന്നു. കാരണം എന്താണ് ഇവൻ നമ്മുടെ നേരെ തന്നെ നിൽക്കുകയാണ്. അവിടെ ഞാൻ ഹിപ്നോസിസും കാര്യങ്ങളും ചെയ്യുമെങ്കിലും ചില സമയങ്ങളിൽ ഈ ബാധയുള്ള കേസ് വന്നു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ഇതിനെപ്പറ്റി പഠിക്കണമെന്ന് തോന്നിയുകൊണ്ടാണ് അതിൻ്റെ വിധിപ്രകാരം അറിയുന്ന ഒരു തിരുമേനിയടുത്ത് പോയിട്ട് അവിടെ താമസിച്ച് ഞാൻ ഈ പറയുന്ന ഉച്ചാടന ക്രിയയെല്ലാം പഠിച്ചു. അല്ലെന്നുണ്ടെങ്കിൽ വരുന്ന പല അറ്റാക്ക് നമുക്കുണ്ടാകും. അപ്പോഴാണ് നമുക്ക് അനുഭവത്തിലൂടെ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഈ പറയുന്ന ബാധ ഒഴിപ്പിക്കൽ എന്ന് പറയുന്നത്. വേണ്ടതിന് കേട്ടോ, എല്ലാത്തിനും ഒരേപോലെ മനസ്സിലായി. ഇപ്പൊ ഇവിടെയാണ് പല അജ്ഞതകളും. ചില ഈ ഇത് മാത്രം അറിയുന്നവര് എല്ലാത്തിനും കയറി ബാധ ഒഴിപ്പിക്കൽ നിൽക്കും. എല്ലാത്തിനും നിധി കിട്ടാനും അതൊക്കെയാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. അതിനകത്തൊക്കെ ആൾക്കാർക്ക് പെട്ടുപോകുന്നതാണ് കുഴപ്പം. പക്ഷേ ചില കേസുകൾക്ക് ബാധയുടെ ആണോ ഇല്ലയോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ രൂപേണ അതിൽ നിറക്കി വിടണം, അല്ലെങ്കിൽ അത് പ്രശ്നമാകും. അപ്പോൾ അവനിപ്പോൾ വെൽനസിൻ്റെ മേഖലയിലായതുകൊണ്ട് ഈ മൈൻഡ്, ബോഡി, സോൾ ഈ 3 ഏരിയയിലും തകരാറ് എവിടെയെന്ന് മനസ്സിലാക്കി യോജിച്ച രീതിയിലുള്ള ഡയറക്ഷൻ കൊടുത്താൽ മതി, സംഗതി ക്ലിയർ. കറക്റ്റാണ്. അങ്ങനെ വരുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഒരുപാട് വരുന്നുണ്ട് അവർക്ക്. അപ്പം ഇത്തരം അനുഭവങ്ങൾ വരുമ്പോൾ അവർ ഇപ്പം അങ്ങനെ ശിക്ഷണങ്ങളെന്ന് പറയാം ഒരുപാടുണ്ട്. ഞാൻ ഒരുപാട് നമ്മൾ കോഴ്സ് തന്നെ കൊടുക്കുന്നുണ്ട്. ഡിപ്ലോമ കോഴ്സ് ഇതിൻ്റെ കൊടുക്കുന്നുണ്ട്. സൈക്കോളജി ഇതിലൂടെ മിങ്കിൾ ചെയ്തിട്ടുണ്ട്. 1 ഇയർ ഡിപ്ലോമ ഇൻ ഹിപ്നോട്ടിക് കൗൺസിലിംഗ് ആൻഡ് വെൽനസ് എന്ന് പറയുന്നത്. അതിനകത്ത് സൈക്കോളജിയും കുറേ അതാത് സ്ഥാപനത്തിൻ്റെ പേര് മൈൻഡ് ടെക് മാനേജ്മെന്റ് പറയും. മൈൻഡ് ടെക് മാനേജ്മെന്റ് കേരളത്തിലുടനീളം ഉണ്ടോ? അതുകൊണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ആൾക്കാർ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. നമ്മുടെ ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും കൊച്ചിയാണ് ആസ്ഥാനം. ദുബായിലുണ്ട്. ദുബായിൽ എൻ്റെ ഒരു ബ്രാഞ്ച് ഉണ്ട്. പിന്നെ ട്രിവാൻഡ്രത്തും ഗുരുവായൂരും. അവിടെയൊക്കെ ഞാൻ വിസിറ്റിംഗ് ആയിട്ട് 2-3 ദിവസം ഉണ്ടാകും. ഗുരുവായൂരും അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തൊക്കെ. കൊച്ചി സ്ഥിരമായിട്ടുണ്ട്. ദുബായിൽ 3 മാസത്തിലൊരിക്കൽ എൻ്റെ സർവീസ് ഉണ്ടാകും. ട്രെയിനിങ് സെക്ഷൻസും അല്ലെങ്കിൽ ഹീലിങ്ങും എല്ലാം കൊടുക്കുന്നുണ്ട്. എറണാകുളത്ത് എല്ലാ മാസവും ലാസ്റ്റ് സൺഡേയിലാണ് ഹീലിംഗ് 1 ഡേ ആയിട്ട് കൊടുക്കാറ്. അതുവരെ കൺസൾട്ടേഷനിൽ വരുന്നവരെ ഇതിലോട്ടാക്കി കറക്റ്റ് ചെയ്തു പോകും.